Itu cinta makan. Sana kan monbok. Dua kali anak kerja ada potong orang tua semua. Potong orang tua itu kami itu tua ini mau ada prosesnya. Dia ini dua ini kalau mau ada waktu kerja berarti. Dua adalah sampai kan awal dapur. Kalau kita nak buat ini nak bawa itu. Kalau ibu itu tak bawa itu ini panti. Dua adalah sampai kan awal apa ni malam non. Ini juga saya Papa macam ini juga ada. Karena itu apa itu? Kuda di dalam kan itu. Ada kuda di mana jerai karena itu dia lagi. Pindah di ini ada yang apa pindah kaji itu kena tu beri. Ipa ini warga pada jerai itu kan betul. Misal ada tu orang mutawan kalau soal juga hospital dan Berli. Yang dah tu pas orang bantu ada lagi apa? Proses berjadi dengan ya isi. Munamul Ambrose, kemudian tu ada lagi yang kurang. Ada tu proses berjadi ni di balik. Yang tu ada lagi apa? Ya, yang tu ada lagi apa sahaja. Yang proses berjadi, kalau di balik. Malah yang tu ada lagi apa? Uji yang proses berjadi, kalau di balik. Ya, yang tu ada lagi apa? Saya yang proses berjadi. Kalau di tadi, ini yang dua lainnya apa? Ya, ni gina persawiti. Kalau meeting tadi, ini yang dua lainnya apa? Ini sini persawiti. Kalau meeting tadi, ya istri pertama tu ni persawiti meeting tadi. Ya set. Ini mungkin tu ini dua dekat sepetan apa nama berapa? Nak jaga di kuih kan, jadi di orang dekat kawan ini. Tina belakang bawah jim. Angane saya berbicara ini ayar di situ, ini berbicara ini orang ti. Abi di korek custom betul, nastoi korek aja custom betul. Ini kan ini di bawah. Di bilang ini. Papa main jadi juga trendo ada. Nah, undi, mau pulang lagi undi. Mana ini di bawah. Welpini, apa nu di bawah itu welpini, nah ada ni welpini. 5 മണി 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. വരുമ്പോൾ എന്തെങ്കിലും കറിച്ച് കൊണ്ടുവരും. അരി മേടിച്ച് കിട്ടണ വേറ്റ കാശ് കൊണ്ട് അരി മേടിച്ചിട്ട് വരും. അന്നേരം കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് കിടന്ന് പിന്നെ വെളുപ്പിൽ വെച്ചോട്ട് പോകും. അങ്ങനെയാണ് അപ്പം പണിയെടുത്തിട്ടത്. പിന്നെ അത് കഴിഞ്ഞ് ആ പണിക്ക് പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ തീനവല വലിക്കാൻ തുടങ്ങി. തീനവല വലിച്ച് കക്ക വാങ്ങി ഒക്കെയാണ് ജീവിച്ചേക്കണത്. അങ്ങനെയാണ് ഈ മക്കളെയൊക്കെ വളർത്തിയത്. ആദ്യത്തെ കല്യാണം നടത്തിയത് മോക്കടയിൽ. മൂത്ത മോളല്ല രണ്ടാമത്തതാണ് മോളെയാണ് ആദ്യം കെട്ടിച്ചത്. മൂത്ത മോളെ കെട്ടിച്ചത് വളപ്പിനി ജാൻസിന. അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ കെട്ടി ഞാർക്കയുണ്ട്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന് ഇളവിനെ കെട്ടിച്ച് മാരിപ്പുറത്ത് മോളെ കെട്ടിച്ചതിന് ശേഷം അമ്പ്രോസ് കെട്ടി മാരിയമ്പരേന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിളമക്കര ഒരു മോളെ കെട്ടിച്ച്. ആ മോളെ കെട്ടിച്ചതിന് ശേഷമാണ് മോനൊരെണ്ണം കെട്ടി. 5ാമത്തെ മോൻ ഷാജി ജലതേന്ന് കെട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 6ാമത്തെ മോൻ ബിജു ചെറായിന്ന് കെട്ടി. അത് കഴിഞ്ഞ് 7ാമത്തെ മോളെ ഇളമക്കര കെട്ടിച്ചു. 8ാമത്തെ മോൻ ഇവിടുന്ന് കെട്ടി. ഇവിടുന്ന് തന്നെ ഈ പള്ളിപ്പുറത്ത് തന്നെ കെട്ടി ചെയ്യാറ്. 9ാമത്തെ മോളെ മുൻപത്ത് കെട്ടിച്ച് ജിൻസി. 10ാമത്തെ മോൻ ഇവിടുന്ന് തന്നെ കെട്ടി ജെൻസൺ. ഇവിടുന്നല്ല ഈ അക്കരെ പള്ളിയിലുള്ളൂ. മോളെ കെട്ടിച്ചത് വളപ്പിന്. മോക്ക് 2 പിള്ളേരുണ്ട്. മൂത്ത മോൻ്റെ പേര് മാക്സ്, 2ാമത്തത് ലക്ഷ്മോള്. അവള് പുറത്തോട്ട് പോയേക്കാണ്. അവൾക്ക് 2 പിള്ളേരും ഉണ്ട്. മോന് ഒരു കൊച്ചുണ്ട്. ഈ കൊച്ചുങ്ങളുടെയൊക്കെ പേര് എനിക്കറിയാൻ പാടില്ല. 2ാമത്തത് മൂത്ത മോന് 2 പിള്ളേരുണ്ടായിരുന്നു. മൂത്തത് പെണ്ണിൻ്റെ പേര് നീത്. 2ാമത്തെ മോൻ്റെ പേര് നീത്. അത് വെള്ളത്തിൽ പോയി വെച്ച് മോളെ കെട്ടിച്ച് മോൾക്ക് 2 പിള്ളേരുണ്ട്. മോള് പുറത്തോട്ട് പോയൊക്കെ. 3ാമത്തെ മോൻ അംബ്രോസ് മാരിയമ്മിലിന് കല്യാണം കഴിച്ചു. ഒരു മോനുണ്ട് ആഷ്മി. 4ാമത്തെ മോളെ മാരിപ്പുറത്ത് കെട്ടിച്ച്. മേയില മാരിപ്പുറത്ത് കെട്ടിച്ച്. മേയിക്ക് 2 മക്കളുണ്ട്. ഒന്നിൻ്റെ മൂത്തതിൻ്റെ പേര് റിച്ചു, 2ാമത്തത് ചിന്നുവിനെ കെട്ടിച്ച്. പിന്നെ 4ാമത്തെ മോൻ
ജനതേന്ന് കിട്ടി ഷാജി. 2 പിള്ളേരുണ്ടായിരുന്നു. ഭാര്യ മരിച്ചുപോയി. രണ്ടാമത് കല്യാണം കഴിച്ച് ആ ഭാര്യയുണ്ട്. അവള് ജോലി പഠിക്കണ്, നഴ്സിംഗിന് പഠിക്കണ് മൂത്ത ഷാജിയുടെ മോൻ. പിന്നെ 5ാമത്തെ ബിജു ചെറായിന്ന് കല്യാണം കഴിച്ച്. ബിജുവിന് 2 പിള്ളേരുണ്ട്. മൂത്തത് നബി, 2ാമത്തത് അനീനക. വിജിനെ അമ്മക്കര കേട്ടിട്ട് ഇതിന്റെ ഭർത്താവ് മരിച്ചു പോയി. ഒരു 2ാമത് കല്യാണം കഴിച്ചിട്ടില്ല. അവര് ഒട്ടിക്കടയിൽ പോവുകയാണ് ഇരിക്കണത്. സേവിയാറ് 8ാമത്തത്. സേവിയാറ് ഇവിടുന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത്. കാളിപ്പറമ്പ് തന്നെ. 2 പിള്ളേരുണ്ട്. മൂത്തവന്റെ പേര് ലക്ഷ്മി, 2ാമത്തത് രസ, അടുത്തത് 9ാമത്തെ മോള് ജിൻസി. ജിൻസിന് മോനിപ്പത്ത് കേട്ടിട്ട് ഒരു മോളുണ്ട്. മോളുടെ പേര് റിയ. 10ാമത്തത് ജൻസൻ. ജൻസൻ ഇവിടെ വള്ളിപ്പുറത്ത് തന്നെ കെട്ടി ഒരു മോളുണ്ട്. അതിന്റെ പേര് ശ്രേഖ. ഇപ്പൊ മക്കള് എല്ലാവരും കൂടിയൊക്കെ സ്നേഹിച്ചും സന്തോഷം കൂടിയൊക്കെ അങ്ങനെ ജീവിച്ചു പോകും.